നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം, ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ 90% പെണ്ണുങ്ങൾ വഹാബിച്ചികളാണ്. ആർക്ക് തെറ്റ് പറ്റി, തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റെന്നേ മനസ്സിലാക്കണ്ടോ. ഇന്ന് നമ്മളെ സയ്യിദന്മാരെ വലിയ വലിയ നിങ്ങൾ കയ്യുമുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സയ്യിദന്മാരെ വഹാബിസം ഭരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിക്കുന്ന അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വെളുക്കുന്നവരെ കൂടെ കിടന്നുറങ്ങിയ ഭാര്യമാരാരാണ്? പക്ക ജുമാക്ക് പോകുന്ന വഹാബികൾ. ഈ സയ്യിദന്മാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സയ്യിദന്മാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഭാര്യമായുള്ളത് 90% സയ്യിദന്മാരുടെയും ഭാര്യമാര് പക്ക വഹാബികളാണ്. അപ്പൊ അവരുടെ ഉള്ളിന്റെ എന്താണ്? വഹാബിസാണ്. അത് അങ്ങനെ കേറൂ. അത് വഹാബിസാണ് അവരുടെ ഉള്ളിൽ. അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ആ വഹാബിസത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം കൂടി കയറി വന്നപ്പോൾ അതെന്തായി മാറി? ലിബറലിസം. നിങ്ങൾ കേട്ടത് മുഴുവനും കൂടി വഹാബിസല്ല, ലിബറലിസാണത്. അപ്പൊ എന്താ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീ ഇവരെ ഏറ്റിക്കൊണ്ടാണെന്ന് ഇവരെയും കയ്യും മുത്തി ഇവരെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ സുന്നിയെ നിലനിർത്താൻ കഴിയില്ല. അതിന് അവരെ മാറ്റി നിർത്തണം. അവരെ ബഹുമാനിക്കും വേണം, അവരെ ബഹുമാനിക്കണം. ഞാൻ പക്ക വഹാബിയാണെന്ന് അവർ പരസ്യമായി പറയാത്ത കാലത്തോളം അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പക്ഷെ അവരിലൂടെ ഒരു പ്രൊഡക്റ്റായി പുറത്തു വരുന്നത് എന്തായിരിക്കും? വഹാബിസം. അതിനെ നമ്മൾ സ്വീകരിക്കണ്ട, അവരെ നമ്മൾ ബഹുമാനിക്കണം. ഈ സയ്യിദന്മാരെ മുഴുവൻ ബഹുമാനിക്കണം. പക്ഷെ അതേ സമയത്ത് അവരെ നമ്മൾ ഉൾക്കൊള്ളരുത്. എന്തുകൊണ്ട്? അവരെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത് വഹാബിസാണ്. അതിനെ ഇവരെ മാറ്റി നിർത്താൻ സമസ്ത പോലത്തെ സംഘടനകൾക്ക് നിലവിൽ കഴിയൂല. നിങ്ങൾ 460 കോടി പിരിച്ച് വോട്ടടക്കാൻ ശ്രമിക്കരുത്. അതൊരു വോട്ടടക്കലാണ്. അതുകൊണ്ട് ഉമ്മത്ത് മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി, നിങ്ങളെ ഞങ്ങൾക്ക് പറ്റൂല. KM മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാ സംസ്ഥ. ആ KM മൗലവിയുടെ മനാഖിബ് പറയുന്ന ഗ്രന്ഥം സമസ്തയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കി എന്ന് പറയാൻ കഴിയണം. അത് കഴിയാത്ത കാലത്തോളം ഇവിടെ സുന്നി സത്യത്തെ തടഞ്ഞു നിലനിർത്താൻ സമസ്തയെ പോലത്തെ സംഘടനകൾക്ക് കഴിയില്ല. ഒരു സുന്നി സംഘടനകൾക്ക് കഴിയില്ല. ഇപ്പോഴും അവർ മനാഖിബ് പാടുക. ഈ വഹാബിസം ഇവരിൽ നിന്ന് പുറത്ത് വന്നിട്ടും അവരുടെ മാറ്റം പാടാണ്. അതിന് ന്യായവും ഇല്ല. സയ്യിദന്മാരെയൊക്കെ ഒരു സയ്യിദിന് മറ്റൊരു സയ്യിദിനേക്കാൾ ഒരു പ്രത്യേകതയും ഇല്ല. ഇല്ലാബിത്തഖ്വ. എല്ലാവരും സയ്യിദന്മാരാണ്. ആരാ സയ്യിദല്ല? സയ്യിദായതെല്ലാം തൊട്ടപ്പുറത്ത് 4 ഫർലാങ് അപ്പുറത്ത് ഒരു ചായപ്പീടിക നടത്തുന്ന സയ്യിദും നിങ്ങളിപ്പോ കയ്യുമുത്തിയ സയ്യിദും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവരെല്ലാം ഔലാദു ഫാത്തിമ. മറ്റത് റഹ്ബാനിയത്താണ്, പൗരോഹിത്യം. മനസ്സിലായില്ല? ഇന്നാലിന്റെ കുടുംബത്തിലെ സയ്യിദന്മാര് മഹാന്മാരാണ്, മറ്റൊക്കെ സാധാരണ സയ്യിദന്മാരാണ് എന്നാണ് ഇന്ന് നിങ്ങൾ സമസ്തയടക്കം പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അത് പുറത്ത് പറഞ്ഞാലോ പറഞ്ഞില്ലെങ്കിലും ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് പോലും ഒരു സമ്മേളനത്തിൽ അതൊരു പ്രത്യേക സയ്യിദ് കുടുംബമാണ് എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ജഹിലാണ്, അത് റഹ്ബാനിയത്താണ്, അത് ദീനല്ല. അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്തതെല്ലാം ശരിയാണെന്ന് സാധുക്കൾ ധരിക്കും. ഇപ്പൊ നിലവിൽ വളർന്നു വരുന്ന യൂത്ത് ഇതായിരിക്കും ദീനെന്ന് ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം സുന്നീന്ന് പറഞ്ഞ് മേലെ നടക്കുന്നവരെ ഇവരെ ബഹുമാനിക്കാണ്. ഇവരിലൂടെ വഹാബിസം പുറത്തേക്ക് വരുന്നുണ്ട് ആവുകയാണ്. അപ്പോൾ പിന്നെ പുതിയ യൂത്തിന്റെ മതം വഹാബിസാവും, അല്ലെങ്കിൽ ലിബറൽ വഹാബിസാവും. എങ്ങനെ നമുക്ക് ഈ അരുതേന് പറയേണ്ടതിനോട് അരുതേന് പറയാത്ത കാലത്തോളം ഒരു സമൂഹത്തിന് ആ സമൂഹത്തിന്റെ ഐഡന്റിറ്റിയിൽ മുന്നോട്ട് കഴിയില്ല. മറ്റു പലതുമായി മുന്നോട്ട് പോകാം. അത് വളരെ നിങ്ങൾ ഗൗരവമുള്ള സത്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഞാനൊരു ഇന്റർവ്യൂമേൽ വർത്താനം പറയല്ല. അതൊക്കെ ചെറിയ കുട്ടികളാണ്. പക്ഷെ ആ കുട്ടികളുടെ മതം ലിബറലിസാണ്.
അവരുടെ അകത്തളത്തിൽ അവർ കെട്ടത്. ആ ലിബറലിസത്തിന്റെ ഒരു പൂർത്തീകരണമാണത്. എന്ത് പെണ്ണുങ്ങൾക്ക് ജുമാക്കാൻ പാടില്ല, അവരെ കൊണ്ടുപോകില്ല എന്ന സുന്നി രീതി. ഇപ്പോൾ ചില ആളുകൾ അതിനെ പറയാണ് നിരുപാധികം പോകരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിരുപാധികം ഉപാധികം എന്നതിനൊന്നും നമ്മളെ പെണ്ണുങ്ങൾ പണ്ട് കാലം മുതലേ എന്തിലില്ല, ജുമാക്കോ ഇല്ല, അത്രയല്ലേ ഉള്ളൂ. ഒരാള് എഴുതിയേക്കാൾ നിരുപാധികം ജുമാക്ക് പോകരുത് എന്ന വാദമൊന്നും ഇസ്ലാമിലില്ല. നിരുപാധികം ഉപാധികം എന്നൊക്കെ പറഞ്ഞ കടലാസിലാണ്. ജനം നിരുപാധികാണെങ്കിലും ഉപാധികാണെങ്കിലും സ്വാഭാവികാണെങ്കിലും ജനങ്ങൾ എന്തിന് നമ്മളെ പെണ്ണുങ്ങൾ ജുമാക്കൂല. മലയാളക്കര കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ സെയ്ദുമാരിൽ ഒരാളാണ് നമ്മൾ കണക്കാക്കുന്ന ഒരു സെയ്ദാണല്ലോ ബാഫക്ക് തങ്ങൾ. അവർക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു, ജുമാക്കൂല്ല. അവരെ മക്കളിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ കല്യാണം കഴിച്ചത്. അത് ആബിദത്തും സ്വാലിഹത്തും ആയിരുന്നു. അവർ മരിച്ചിട്ട് ഒരു ഫോട്ടോ കൊടുക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞില്ല. ആ മഹദി, അള്ളാഹു ഒരു ദർജയേറ്റ് കൊടുക്കട്ടെ, ആ മഹദി മരിച്ചിട്ട് ഒരു ഫോട്ടോ പത്രക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഒരു ഫോട്ടോ, ഒരു അച്ഛന്റെ ഫോട്ടോ വരെ കൊടുക്കാൻ പത്രക്കാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അത്രയും സൂക്ഷ്മതയിലാണ് ആ മഹദി ജീവിച്ചത്. ജീവിതത്തെ ഒരു ജുമാക്ക് പോയിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മതം തന്നെ പെണ്ണ് ജുമാക്ക് പോകാത്ത, ജമാഅത്തിന് പോകാത്ത മതമാണ് ഏത് മതം? സുന്നി മതം. അതാണ് സുന്നി ഇസ്ലാം. അതാണ് 1400 കൊല്ലം. ഇനി അതിന് സീല് വെച്ചതിൽ പുറത്തി തുറക്കാൻ നിരുപാധികോ സ്വാഭാവികോ ഇതൊക്കെ കടലാസിലെ വർത്തമാനങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പോയോ ഇല്ലേ, അത്രേ ഉള്ളൂ. പോയോ ഇല്ല. ഈ നൂറ്റാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ട് പോയോ ഇല്ല. സുന്നി പെണ്ണുങ്ങൾ പോയോ ഇല്ല. കഴിഞ്ഞ നൂറ്റാണ്ട് പോയോ ഇല്ല. അതിന്റെ മുകളിൽ നൂറ്റാണ്ട് പോയോ ഇല്ല. അതിന്റെ നൂറ്റാണ്ടിൽ പോയോ ഇല്ല. ഇല്ല 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 ഇല്ല. ഇത് 15-ാം നൂറ്റാണ്ടാണല്ലോ. അപ്പൊ നമ്മൾ കടലാസിൽ എന്ത് എഴുതി വെച്ചാലും നമ്മളെ പെണ്ണുങ്ങൾ ജുമാക്കും ജമാഅത്തിനും പോവില്ല. നമ്മൾ ലോകം കണ്ട മഹാന്മാർ നമ്മൾ ആയുസിൽ കടന്നു പോയിട്ടുണ്ട്. അവര് സയ്യിദന്മാരുമാണ്. അവരുടെ ഭാര്യമാര് ലോക അറിയപ്പെട്ട സയ്യിദന്മാരെ പെണ്ണുങ്ങളാണ്. അത്രയും മഹതികൾ ആ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയവും ഇല്ല. എന്നിട്ടും അവർ എന്തിനു പോയിട്ടില്ല? ജുമാക്ക് പോയിട്ടില്ല. ജുമാക്ക് അതൊരു രീതിയല്ല. ഒരു നന്മ നടക്കുന്നിടത്ത് അവർ അതിന് പോയിച്ചിട്ടുണ്ട്. നമ്മുടെ അരയിടത്ത് പാടത്തെ പന്തലില് ക്ലാസ് തീരുന്നവരെ തുടക്കം മുതൽ ഒടുക്കം വരെയും അവർ ഇരുന്ന് ക്ലാസ് കേട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ആര്? ഷെരീഫ ഫാത്തിമ ബീവി. ആരുടെ മകൾ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെ മകൾ. ആരുടെ ഭാര്യ? സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ ഭാര്യ. റമദാനിൽ നമ്മളെ ക്ലാസ്സിന് വന്ന് ഇരുന്നിട്ട് കഴിയണത് വരെ ശിഹാബ് തങ്ങൾ അവരെയും കൊണ്ടുവന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവര് സന്തോഷം 2 ആൾ കാർ കയറിപ്പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ഈ ശിഹാബ് തങ്ങൾ കാർ കയറ്റിയിട്ട് എന്തിനുണ്ടായിട്ടില്ല? ജുമാക്ക് കൊണ്ടിട്ടില്ല. അവര് നമ്മളെ കണ്ട കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയ്യിദുമാണ്. ഈ പെണ്ണിന്റെ വാപ്പ, ഈ മഹദിയുടെ വാപ്പ മലയാളക്കര കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു മഹാനാണ്. മഹാൻ വ്യക്തിവിദ്യരാണ് പറയണത്, കുടുംബമല്ല പറയണത്, തറവാടല്ല പറയണത്. ആ മഹാനാണ്. എന്നിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതല്ലേ നമ്മളെ രീതി. അപ്പൊ ഞാൻ അതിലെ വാതിൽ പൊട്ടിക്കാൻ പാടില്ല. ഭരണിയിൽ അടച്ച് ഭദ്രമാക്കിയ ഭൂതത്തിനെ പിന്നെ പുറത്തെടുക്കാൻ പാടില്ല. അത് അടച്ചു പോയതാണ്. നമ്മളെക്കാൾ ഉത്തമരായ ആളുകൾ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോഴുള്ള ഈ താല്പര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടികളൊക്കെ പരിചയപ്പെടുന്നത് എന്താണ്? വഹാബി ദീനാണ്. അവരുടെ ഉമ്മ വഴിയോ കുടുംബം വഴിയൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി. ആ സയ്യിദിനെ നമ്മൾ അവമതിക്കേണ്ടതുണ്ടോ? ഒരിക്കലും ഇല്ല. ആ സയ്യിദന്മാരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ നിലപാടിൽ പറ്റൂല. നമ്മൾ സുന്നികളാണ്, നിങ്ങൾ വെള്ളം ചേർക്കപ്പെട്ടു പോയി, ഞങ്ങളെ നമുക്ക് മുന്നിൽ നിർത്താൻ പറ്റൂല. നിങ്ങൾ വഹാബി ആയാലും വേണ്ടില്ല, നിങ്ങൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്.
നിങ്ങൾ വഹാബിനിക്കെൻ്റെ എന്താണ് കെ എം മൗലവിയുടെ പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിച്ചാലും വേണ്ടില്ല, അത് പ്രകാശനം ചെയ്താലും വേണ്ടില്ല, ഉദ്ഘാടനങ്ങൾ തന്നെയെന്ന് പറയണത് അത് ദുനിയാവ് എന്നതിന് പറയാം, ദീന് എന്ന് പറയില്ല. അത് പറയാനുള്ള അണ്ടിയുറപ്പില്ലാത്ത കാലത്തോളം നിങ്ങൾ 4600 കോടി പിരിച്ചാലും നിങ്ങൾ വമ്പൻ പരാജയമാണ്. പമ്പര വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളാണെന്ന് അടുത്ത ജനത പറയും. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ കക്കൂസിന്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോ എന്ത് പണടോ, പണാണോ വലിപ്പത്തരം? നിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വഹാബികളും അർദ്ധ വഹാബികളും ആണെങ്കിൽ നിന്റെ ഐഡന്റിറ്റിക്ക് എന്ത് വിലയുള്ളത്? നീ 46,000 കോടി പിരിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ ഫിത്നന്റെ സാധനമല്ലേ. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ വഫിത്നതു ഉമ്മത്തി അൽമാൽ എന്ന് പുണ്യ റസൂൽ. ഏതൊരു സമുദായത്തിനും നാശത്തിനൊരു ഹേതു ഉണ്ടാവും. വഫിത്നതു ഉമ്മത്തി അൽമാൽ, എന്റെ സമുദായത്തിന്റെ നാശഹേതു പണമായിരിക്കും. എന്നിട്ട് അതിൽ അഭിമാനിക്കുക. നിങ്ങൾക്ക് ഇത്ര വലിപ്പുണ്ടല്ലോ. അല്ല, നിങ്ങളൊക്കെ ഇത്ര വലിപ്പുണ്ടല്ലോ. നിങ്ങൾ ഒരു കരിക്കഷ്ണം എടുത്തിട്ട് ചുമരുമ്പോൾ നേരെ നിന്നിട്ട് ഒന്ന് വരക്കുക. നമ്മളെ വലിപ്പത്തരം നമ്മൾ കോടികൾ പിരിച്ചതാണ് എന്ന് പറയുന്ന വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളാണടാ. അടുത്ത തലമുറ പറയും പമ്പര വിഡ്ഢികളായിരുന്നു വരും. നിലക്ക് നിർത്തേണ്ടവരെ നിലക്ക് നിർത്താൻ കഴിയാത്ത, അതാണ് ഒരു കൂട്ടായ്മയുടെ ഐഡന്റിറ്റി. അതാണ് ആ കൂട്ടായ്മയുടെ മികവ്. ഇനി കഴിയാത്ത കാലത്ത് എനിക്ക് ഇവരോട് ഒന്നും വിരോധമല്ല. ദീനിവിടെ നശിക്കാൻ പോവാണ്. ദീൻ നശിക്കും. ഈ നിലക്ക് പോയാൽ ദീൻ നശിക്കും. നമ്മൾ സുന്നികളാണ്. ലോകത്ത് മറ്റേത് സുന്നികളെ പോലെയല്ല നമ്മൾ സുന്നികൾ. നമ്മൾ മലബാറിലെ സുന്നികളാണ്. മലബാറിലെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ആ കടുകട്ടി പാരമ്പര്യ ഇസ്ലാമിനെ അങ്ങനെ തന്നെ നിലനിർത്തിയ സുന്നികളാണ്. അതങ്ങനെ തന്നെ, അതിൽ യാതൊന്നും ഇല്ല.